വേലായുധൻ പണിക്കശ്ശേരിയുടെ വീട്, തറവാട്, ആ തറവാട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. ടിപ്പു സുൽത്താനും ഈ നാടും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ ആക്രമിച്ചു വന്നയാളാണ്. ആക്രമിച്ചു വന്നു മാത്രമല്ല, ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ കൊന്നൊടുക്കി, എത്ര കൊലപാതകങ്ങൾ ചെയ്തു. ഈ ഗുരുവായൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് റോഡ്. എന്തുകൊണ്ട് വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ഭാരതത്തിന്റെ, കേരളത്തിന്റെ, ഈ നാടിന്റെ ഒക്കെ ചരിത്രം രചിച്ച ആ മാന്യ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ആ റോഡിന് ഇടുന്നില്ല? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇത് മാറണ്ടേ? രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥ രാജ്യത്തുടനീളം നിൽക്കുന്നു. കേരളം നമ്മൾ താരതമ്യേന വ്യത്യസ്തമാണ്. കേരളത്തിലും ഈ വിത്ത് പാകാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ മനസ്സ് നമുക്കറിയാം, അതൊന്നും എളുപ്പത്തിൽ ഇവിടെ വേരോടത്തില്ല. പക്ഷേ ഉത്തരേന്ത്യയിലടക്കം ന്യൂനപക്ഷ സമൂഹം നേരിടുന്ന ഒരു അനിശ്ചിതാവസ്ഥ, ആശങ്ക, അത് വല്ലാതെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെയാണ്. അതിനെ ചരിത്രം വളച്ചൊടിക്കുന്നു. അതുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറേയധികം ചരിത്രം വായിക്കുന്ന ഒരാളാണ്, പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചരിത്രം, സ്വാതന്ത്ര്യ സമരം ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ ഒരു രാജാവ് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ 4 യുദ്ധങ്ങൾ നടത്തിയതാണ് ടിപ്പു. ആ 4 യുദ്ധങ്ങളിൽ ആദ്യത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി 7000 ബ്രിട്ടീഷുകാരെ തടവുകാരാക്കി. രണ്ടാം യുദ്ധവും നടന്നു. ബ്രിട്ടീഷുകാർ പോയി വീണ്ടും വലിയതായിട്ട് വന്നു. പിന്നാണ് 3ഉം 4ഉം യുദ്ധങ്ങൾ വന്നത്. 3ആം യുദ്ധത്തിലാണ് ഒരു പുതിയ ലോകത്തിന്, ഇപ്പം മിസൈൽ പ്രയോഗം ഉണ്ടല്ലോ, അത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലാണ്. കാരണം തീഗോളങ്ങൾ ഇവിടുന്ന് പുറയുന്ന ആഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ശത്രുപാളയത്തിൻ്റെ പിന്നിൽ പോയി വീഴുന്നതും അവിടെ ചിതറി ഓടുന്നതുമെല്ലാം. അവസാനം 4ാമത്തെ യുദ്ധത്തിൽ ആരൊക്കെ ചേർന്നാണോ ടിപ്പുവിനെ തോൽപ്പിച്ചതെന്നറിയാവും. ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഹൈദരാബാദിലെ നൈസാം, മറാഠ രാജാക്കന്മാർ, എന്തിന് തിരുവിതാംകൂറിലെ രാജാവ് അടക്കം ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്നാണ്. ആ കാലഘട്ടത്തിലെ ക്രമം അതായിരുന്നു. ഒരു രാജാവിനെ കീഴടക്കി മറ്റുള്ളവർ മുന്നോട്ട് പോകുന്ന ഒരു ക്രമമായിരുന്നു. അന്നേരം ഹിന്ദു മുസ്ലിം രാജാക്കന്മാരെല്ലാവരും ബ്രിട്ടീഷുകാരോടൊപ്പം അണിചേർന്നിട്ടാണ് ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് ആ ടിപ്പു ഏറ്റവും വലിയ മതപരിവർത്തനത്തിൻ്റെ ആളായി ഇവർ പറയുകയാണ്. ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം വ്യത്യസ്തമായ കാഴ്ചപ്പാട്. എന്താണ്? ഒരു ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ഒരു ഹൈന്ദവ ദേവാലയത്തിന് ഗ്രാൻഡ് കൊടുക്കുന്ന ആദ്യത്തെ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് എല്ലാ വർഷവും രാജാവിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നു. സ്വന്തം രാജ്യത്ത് അന്നത്തെ കീഴ്വഴക്കം അതാണ്. അയൽവക്കം പോയി ഇന്നും എൻ്റെ സുരേന്ദ്രൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചിലരിങ്ങനെ പറയുന്നത് കേട്ടു. അന്നത്തെ രീതി എന്താണ്? അയൽവക്കത്തെ രാജാക്കന്മാർ അയൽവക്കത്തെ കീഴ്വടക്കുമ്പോൾ, അടുത്ത രാജാക്കന്മാരെ കീഴടക്കുമ്പോൾ ആദ്യം കുത്തിപ്പൊളിക്കുന്നത് ഈ ആരാധനാലയങ്ങളാണ്. കാരണം അതിൻ്റെ കീഴിലാണ് പൈസ ഉള്ളത്. പണം സൂക്ഷിക്കുന്ന അവിടാണല്ലോ. അതുകൊണ്ട് ഒരു രാജ്യത്തെ കീഴടക്കുമ്പോൾ ആദ്യം തകർക്കപ്പെടുന്നത് അവിടുത്തെ ആരാധനാലയങ്ങൾ. അതായിരുന്നു അന്നത്തെ ലോകക്രമം. അങ്ങനെ ചെയ്തിരുന്ന ഭരണാധികാരികൾ എല്ലാവരും നടന്നതാണ്. ഞാൻ സമയക്കുറവ് കാരണം ഔറംഗസീബിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും നമുക്ക്. അതുപോലെ ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിക്കുന്നു. അന്നേരം ടിപ്പു ആകെ ചെയ്തിട്ടുള്ളത് ആദ്യം 7000 ബ്രിട്ടീഷുകാരെ തടവുകാരാക്കി. ഈ 7000 പേരെയും പരിവർത്തനം നടത്തി മുസ്ലിമാക്കി. അത് ശരിയാണ്. പുള്ളി ശത്രു രാജ്യത്ത് പരാജയപ്പെടുത്തുന്ന തടവുകാരാക്കുന്നവരെ പുള്ളി മുസ്ലിങ്ങളാക്കി എന്നുള്ള ഒരു സത്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് ഒരാളെ പോലും മതപരിവർത്തനം നടത്തിയായിട്ട് ഒരു രേഖയും ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത് സത്യമെന്നിരിക്കെ ഇന്ന് ടിപ്പുവിനെ കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ നടക്കുമ്പോൾ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനോടുള്ള സമീപനവും പുച്ഛവും എന്താണ് എന്നുള്ളതല്ലേ തെളിയിക്കുന്നു. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ഹൈന്ദവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പടത്തലവന്മാർ ഹൈന്ദവരായിരുന്നു, ബ്രാഹ്മണരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ അവിടെ യുദ്ധം നടക്കുന്നു. അന്നേരം ഫ്രഞ്ച് നെപ്പോളിയൻ്റെ ഉപദേശകർ ടിപ്പുവിന് വേണ്ടി വന്നു. അവർ പറഞ്ഞു, ഇപ്പം ഇവിടുന്ന് സ്ഥലം വിട്ടാൽ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു.
അന്നാണ് ഏറ്റവും പ്രസിദ്ധമായ ടിപ്പുവിൻ്റെ പ്രസ്താവന വന്നത്. 1000 ദിവസം ഒരാടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ഒരു സിംഹ കടുവയായി ജീവിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് പോയി സ്വയം മരിക്കുന്നത്. അത്രയ്ക്ക് വലിയ രാഷ്ട്ര സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരം പരാമർശം നടത്തുന്നത്. ഇത് നടത്തുമ്പോൾ ആരെങ്കിലും ചരിത്രമൊന്ന് സത്യസന്ധമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലും പോസ്റ്റും കണ്ടല്ല, ഇൻ്റർനെറ്റിലേക്ക് കയറി ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം ഉണ്ടാകും. ഞാൻ പറഞ്ഞ എങ്ങനെ നമ്മളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്നു എന്നതിൻ്റെ ശ്രമത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് പോയി. അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ശബരിമല എന്ന് പറയുന്നത്, അല്ലേ? അത് മറ്റേതേലും ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഇത്ര പവിത്രത ഉണ്ടാകത്തില്ല. കാരണം വാവരെ പോയി നമസ്കരിച്ചുകൊണ്ട് ശബരിമല ചവിട്ടുന്ന ഒരു സംസ്കാരം കേരളത്തിന് മാത്രം അവകാശപ്പെട്ടയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിനെതിരെ ഒരു പരാമർശം നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാമർശം നടത്തി. പറഞ്ഞ എന്താണ്? ശബരിമലയെ ഓർത്ത് എനിക്ക് ആശങ്കയാണ്. അവിടെയും ഒരു അവിടെ ഒരു വാവരിപ്പുണ്ട്. എപ്പം ശബരിമല വഖഫ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് പരസ്യമായി പറഞ്ഞ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. ഒരു കേസ് പോലും ആ വ്യക്തിക്കെതിരെ ഉണ്ടായതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അന്നേരം ഈ മഹത്തായ കേരളീയ സംസ്കാരത്തെയും തകർക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. മതങ്ങളുടെ എല്ലാം തുടക്കം മുതൽ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി ജീവിക്കണം, നന്മ സമൂഹത്തിന് എങ്ങനെ ഉണ്ടാകണം, ഇതാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗോത്രവർഗക്കാരായിരുന്ന ഒരു സമൂഹമായിരുന്നു പരമ്പരാഗതമായി. അവിടെ നിലനിന്നിരുന്ന അന്നത്തെ തിന്മകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് മനുഷ്യർ നീങ്ങുകയും ശരി തെറ്റിനെ കുറിച്ച് ഒരു അവബോധം വളരുകയും അതുവഴി മനുഷ്യരാശി പുരോഗമിച്ചതുമാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഭാരതത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് പല ഭാഗങ്ങളിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമ്മൾ കാണാൻ സാധിക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ 1-ാം പകുതിയായിരുന്നു ലോകത്ത് ഏറ്റവും അധികം, അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടില്ലെന്നല്ല, അതിനു മുമ്പ് നിരന്തരമായി ഉണ്ടായിരുന്നു, പക്ഷേ ലോകത്ത് ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ, മനുഷ്യന് അംഗീകരിക്കാൻ വയ്യാത്ത കൊലപാതകങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത്. അത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മനിയിൽ നടന്നത്, സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ നടന്ന കൂട്ടക്കൊല, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ പാഠമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ലോക സമൂഹം പാഠം പഠിച്ചാണ് പിന്നെ മുന്നോട്ട് പോയത്. ആ തെറ്റുകൾ ആവർത്തിക്കാതെ ഒരു ന്യൂ വേൾഡ് ഓർഡർ, പുതിയ ലോകക്രമം 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടെടുത്തു എന്നാണ് നമ്മളൊക്കെ അഭിമാനിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും 75 വർഷങ്ങൾ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പാലസ്തീനിൽ നടന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ക്രൂരത എന്താണോ അതിൻ്റെ തനിയാവർത്തനമാണ്, ഒരു സമൂഹത്തെ ആകെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ തനിയാവർത്തനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഏക പ്രതീക്ഷയോടുകൂടി 2-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഏറ്റവും ലോകത്തിലെ വിപ്ലവകരമായ മാറ്റമെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു കാലഘട്ടം. എന്നെ അത് അത്ഭുതപ്പെടുത്തിയത് അവിടെ ഇങ്ങനെ നടക്കുന്ന, ഒരിക്കലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ അംഗീകരിക്കാൻ ഒക്കാത്ത കാര്യമാണ് അവിടെ നടക്കുന്നത്. അത് തടയിടാൻ ആർക്കും സാധിക്കത്തില്ല. മാത്രമല്ല അതിൻ്റെ പ്രതിഫലനം കൊച്ചു കേരളത്തിൽ വരെ എത്തിയിരിക്കുന്നു.
ഇതിൻ്റെ മതത്തിൻ്റെ അജ്ഞത എങ്ങനെ ഓരോരുത്തരും മുതലാക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് എന്ത് കള്ളവും പ്രചരിപ്പിക്കാനുള്ള ഇതായി മാറുന്നു. ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടത്, അന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു ഇതിനൊരു പ്രതിഷേധം, അല്ല നമ്മളെ കൊണ്ട് ഒക്കുന്ന പ്രതിഷേധം, ഇത് ഇവിടെ പ്രതിഷേധിച്ചത് കൊണ്ട് പാലസ്തീനിൽ ഇസ്രായേൽ വെടിനിർത്തുമെന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ മനുഷ്യരാശിയുടെ ഒരു പ്രതിഷേധം നമ്മളിൽ ഉണ്ടാകണമല്ലോ, അങ്ങനെ ഒരു പ്രതിഷേധം നടന്നു. അതിനെ തുടർന്ന് ചിലരിരുന്ന് ചർച്ച ചെയ്തതായിട്ട് ഞാൻ പിന്നീട് അറിഞ്ഞു. എൻ്റെ നേതൃത്വത്തിലാണ് ജാഥ നടന്നത്. അന്നേരം പറഞ്ഞത്, അങ്ങേര് ക്രിസ്ത്യാനിയായ അങ്ങേരാണ് ഇതിനു വേണ്ടി ജാഥ നടത്തുന്നത്, അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമ്പോൾ. ഞാൻ പറഞ്ഞ ABCD അറിയില്ല. യഥാർത്ഥത്തിൽ ABCD അറിയാവുന്നവരാണെങ്കിൽ ഈ എബ്രഹാമിക്കൽ മതങ്ങൾ എന്ന് പറയുന്ന 3 അതിലൊന്ന് യഹൂദ മതം, രണ്ടാമത് വന്ന ക്രിസ്തീയ മതം, മൂന്നാമത് വന്നതാണ് ഇസ്ലാമിക മതം. ഇതിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത്, അതിനെക്കുറിച്ചൊരു പരാമർശം പോലും നടത്താത്തത് ആരാന്ന് ചോദിച്ചാൽ യഹൂദർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവർ പറയുന്നത് അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതാണ്. യഹൂദർ ഇന്നുവരെ ക്രിസ്ത്യാനികളെ അംഗീകരിച്ചിട്ടില്ല. അതായത് അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അന്നേരം ഇവിടെ എങ്ങനെ ഇത് ഇളക്കി വിടുന്നു എന്നുള്ളതാണ്. അവിടെ ശുചിത്വം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു, നമ്മുടെ ഈ നിലയിലേക്ക് നമ്മുടെ പള്ളിയും അമ്പലവും എല്ലാം ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നത്. അത് കേരളത്തിൽ നമുക്കൊരു അസാധാരണമായ സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ വളർന്നു വന്നത് എങ്ങനെയാണ്? സമീപകാലത്തൊക്കെ ഈസ്റ്റർ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ചിലരൊക്കെ അരമനകൾ കയറി ഇറങ്ങാൻ നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പരമപുച്ഛമാണ്. കാരണം ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും ഓണം വന്നാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അയൽവക്കക്കാർ, ഇവരെല്ലാവരും ഒന്നു ചേർന്ന് മാത്രമേ ഇന്നുവരെ അത് ആഘോഷിച്ചിട്ടുള്ളൂ, അല്ലേ? എന്നിട്ട് ഇപ്പം പുതുതായി കുറച്ച് പേര് കയറി ഇറങ്ങാൻ വരുമ്പോൾ അവർക്ക് കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ ഞാൻ അതിനെയൊക്കെ കാണുന്നുള്ളൂ.